ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? ഞാനിന്നിവിടെ 2 തരം കറിയാണ് വെക്കുന്നത്. ഒന്ന് കുരുമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരിയും ചതച്ചിട്ട് ഒരു കുരുമുളകിൽ വറ്റിച്ച് വെക്കും. അതിനോട് ഇപ്പോൾ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി പച്ചമുളകും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് വേറെ കറിക്കാണ്. മല്ലിയും കറി ചപ്പുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ. പിന്നെ കുറച്ച് വെള്ളൂരി, നല്ല ഫ്രഷ് വെള്ളൂരി ഇട്ടിട്ട് കുറച്ച് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് പൊരിക്കണം. പിന്നെ ഇത് എല്ലാ മീനും ഉള്ളതാണ്. ഇത് പൈലുണ്ട്, വേറെ എന്തൊക്കെയോ മീനുണ്ട്. അതൊക്കെ ഒന്ന് വേറെ വറ്റിച്ച് വെക്കും. ഇതൊന്ന് കുരുമുളകിലും വെക്കും. ഇത് പുളിവെള്ളം, ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇത് ഞാൻ രണ്ടും കൂടിയുള്ള ഒരു തക്കാളിയാണ്. എല്ലാം കുഴച്ച് അങ്ങോട്ട് വെക്കുക. എല്ലാം ആയി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മേലയിൽ വെച്ച് കൊടുത്താൽ മതി. എല്ലാം ഇടുക. പിന്നെ ഇൻഷാ അല്ലാഹ് എല്ലാം നോക്കിയിട്ട് നല്ല നല്ല വീഡിയോകളൊക്കെ ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് ഉപ്പിടുക, പിന്നെ എല്ലാം ഒന്ന് കൈകൊണ്ട് നല്ലോണം ഞെരടുക. ഇതിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം ഞാൻ ഞെരണ്ടിയിട്ട് കുരുമുളകും കാന്താരിയും പച്ചമുളകും അത്. ഇനിയിപ്പോൾ ഇത് പുളിവെള്ളമാണ്. രണ്ടും കൂടി പിഴിഞ്ഞ് വെച്ചതാണ്. കുറുക്കി അങ്ങോട്ട് വെക്കുക. കുറുക്കി വെച്ചിട്ട് കുരുമുളക് അധികം കളിച്ചാൽ കൈക്ക് പണിയാകും. എന്നിട്ട് കുറച്ച് സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നോക്കിയിട്ടിടാം. ഗ്യാസ് കത്തിക്കട്ടെ. ഇതൊന്ന് ഗ്യാസ് മേലെ വെക്കുക, തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ മീനിടണം. ഇപ്പോൾ ഇതിൽ തന്നെ മീനിടാം. ഒന്ന് തിളച്ച് വന്നാൽ അതിൽ മീനിടണം. ഇനിയിപ്പോൾ ഈ ഒരു കറിയും കൂടി ഉണ്ടാക്കട്ടെ. ഒരു കൈ മേലെ ക്യാമറയും ഒരു കൈ കൊണ്ട് ചെയ്യുകയും ചെയ്യാം. ഇതിനും ഇതെല്ലാം കൂടി ഇടുക. അതും ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് ഉണ്ടാവും. കുറച്ചിട്ടുള്ളൂ. കുറച്ച് ഉപ്പിടുക ആവശ്യത്തിനുള്ള. എന്നിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി അങ്ങോട്ട് ഒന്നങ്ങ് കൈ കൊണ്ട് ചെയ്യും. ഇതെല്ലാം ആയി കഴിയുമ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം തന്നെ പക്ഷെ പുളിവെള്ളം കൂടി പാർന്ന് നല്ലോണം അങ്ങോട്ട് എല്ലാം കൈ കൊണ്ടൊന്ന് കുഴച്ചൊന്ന് പരുവത്തിലാക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാം വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും അല്ലാഹ് ഹൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവിധ രോഗത്തൊന്നും അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ. അതിൻ്റെ കാവലുണ്ടാകട്ടെ. എനിക്ക് പെട്ടെന്നുള്ള സൂക്കേടൊന്നും കൊടുക്കാതിരിക്കട്ടെ. എല്ലാവരുടെ വിഷമവും ബുദ്ധിമുട്ടും അല്ലാഹ് തീർത്ത് തരട്ടെ.
നമ്മൾ പ്രവാസികളെ അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹ് എല്ലാവർക്കും അള്ളാഹിൻ്റെ കാവലുണ്ടാകട്ടെ. എല്ലാം വെന്ത് കഴിഞ്ഞാൽ എന്നാൽ മീനിടാൻ പറ്റും. നല്ല കുറുക്കി അങ്ങോട്ട്, നല്ല പുളിപ്പ് നല്ല എരിവൊക്കെ കാണും. എല്ലാം കുറുക്കി അങ്ങോട്ട് വെച്ചിട്ട് കപ്പൻ്റെ കൂടി കഴിക്കാനോ ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയൊരു കറിയാണ്. നമുക്കിതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണക്കാരാണല്ലോ. ചിക്കനും മീനും വലിയ മീനൊന്നും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടൂല. മട്ടനോ ബീഫോ ഒന്നും കിട്ടില്ല. കിട്ടുന്ന വെച്ചിട്ടാക്കിയിട്ട് ഒരു വീഡിയോ ഇടുക, അതെല്ലാവരും കാണുക. എല്ലാവർക്കും ഇപ്പോൾ മട്ടനോ ബീഫൊന്നും വാങ്ങാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. അതൊരു വീഡിയോ ഞാൻ എന്തായാലും ഇനി കിട്ടും. ഇനിയിപ്പോൾ ഇതും കൂടി ആയാൽ ഫ്രഷ് മീനായിരുന്നു, പുതിയ മീനാണ് കിട്ടിയപ്പോൾ. പിന്നെ ഇതിലൊരു മീനുണ്ട് പുതിയ, എന്താ പേരെന്ന് അതിൻ്റെ രണ്ടായിരിക്കും, മത്തിയാന്നല്ല. ഇത് കടലിലെ പറവയാണ്, പറവ ചെറുതാ, വലുതായിക്കില്ല. അപ്പോൾ നമ്മളെ കറി തിളച്ച് വരുന്നുണ്ട്. ഇന്നിപ്പം ഇവിടെ എല്ലാവർക്കും പനിയാണ്. അതുകൊണ്ട് നെയ്ച്ചോറിൻ്റെ കൈമാരി വെച്ചിട്ട് ചോറുണ്ടാക്കി. കൈമാരി കൊണ്ട് വെറും ചോറുണ്ടാക്കി. പിന്നെ തൊണ്ടക്കെല്ലാം വേദന. എന്താ നെയ്ച്ചോറിൻ്റെ വെറും ചോറാണ്, നെയ്ച്ചോറിൻ്റെ ചോറ്. അപ്പോഴത്തേക്ക് നമ്മൾ മീൻ തിളക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു തിളയുണ്ട്. എന്താണെന്ന്, അത് കുഞ്ഞു മത്തിയല്ല. ഇതിനെ നമ്മൾ അധികമായിട്ട് ഇങ്ങനെ കളിപ്പിക്കണ്ടല്ലോ, ചെറിയ കുട്ടിയല്ലേ. അധികം തിളപ്പിച്ചാലും കൈ കൊണ്ട് കളിച്ചാലും അത് മുള്ളും വന്ന് അങ്ങോട്ടും നീങ്ങിപ്പോൾ. അപ്പോൾ ഇത് നല്ല രസമുണ്ടാകും കപ്പൻ്റെ കൂടെ ഈ കറി. തിളച്ച് വരുമ്പോൾ മീനങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലും കോഴി കുഴപ്പമില്ല. ബീഫും ഇതൊക്കെ മട്ടനൊന്നും അധികം കഴിക്കാത്തതാണ് നല്ല. ഫ്രഷ് മീൻ കിട്ടുമ്പോൾ മീനോളം നല്ല ഒന്നുമില്ല. അത് നല്ല രീതിയിൽ വെച്ചാൽ സൂപ്പറാണ്. മക്കളെ കറീൻ്റെ പണി ഏകദേശം കഴിഞ്ഞ്. ഞാൻ എഡിറ്റ് ചെയ്യാതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനത് എടുത്ത് അങ്ങനെ തന്നെ ഇടുകയാണ് വീഡിയോ. ക്ഷമിക്കണം, സോറി. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കണം. പക്ഷെ കാണാതിരിക്കരുത്. വളരെ വിഷമവും ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടക്കക്കാരാണ്, വലിയ തെറ്റുകുറ്റലുണ്ടെങ്കിൽ പൊറുക്കണം. അപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കുന്നില്ല. എന്ന് കറിയൊക്കെ ഉണ്ട് കുറച്ച്. ഇതൊന്നും ഇനിയിപ്പോൾ ആവശ്യമില്ല. പാവങ്ങൾക്കും ജീവിക്കണ്ടേ. 2 കറി ആയതുകൊണ്ട് വീഡിയോ ലെങ്ത്തായിപ്പോൾ, സോറി, ക്ഷമിക്കണം. ഞാൻ ഇതും കൂടി അടുപ്പത്ത് വെച്ച് തിളക്കുമ്പോൾ പിന്നെ ഓഫാക്കി കളയാം. ഇതൊന്ന് കാണിക്കും നിങ്ങൾക്ക്. ഈ കറി ഒന്ന് കാണിച്ചു തരും. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ, കുറച്ചൊരു വെളിച്ചെണ്ണ, നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതന്നെ, അത്രേ ഉണ്ടോ. മത്തി നല്ല നെയ്യുള്ള മത്തിയാണ്.